ഞങ്ങൾക്ക് ഉത്തരം UAPA നിങ്ങളല്ല ചുമത്തിയെന്നാണ് എന്ന് പറയുമ്പോൾ UAPA ഇതിനകത്ത് വേണ്ട എന്ന അഭിപ്രായക്കാരാണോ നിങ്ങൾ? അല്ല, ഞാൻ പറയുന്നത്, ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലാൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഞങ്ങൾ CPM ഭീകരവാദ സംഘടനയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ പറയുന്നത് BJPയുടെ ഒരു പ്രവർത്തകൻ, ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ നഷ്ടപ്പെട്ടു. ആ സംഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അറസ്റ്റ് ചെയ്യണം. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് അതിലപ്പുറം ഒരു സംഘടനയെ ഭീകരവാദ സംഘടനയാക്കണം അങ്ങനെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. ഞങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനയുമില്ല. ഇവിടെ പിന്നെ ലാലിപ്പോൾ ചോദിച്ചു എന്താ UAPA ചുമത്തിയതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് ചോദിച്ചു. ലാൽ, പാർലമെൻറ്റ് ആക്രമണവും പൗരാവിൻ്റെ മേലുള്ള കടന്നുകയറ്റവും സെയിം ആണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇവിടെ ഇന്നലെ ബഹുമാനപ്പെട്ട MK ദാമോദരൻ സാറ് ഹൈക്കോടതിയിൽ വാദിച്ചപ്പോൾ തന്നെ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്തു. അവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ നടക്കുമ്പോഴേക്കും അതിനുശേഷം അവിടെ ബോംബ് പൊട്ടാറുണ്ട്. അവിടെ പൊട്ടിയത് ഒരു നാടൻ ബോംബാണ്. രാകേഷിൻ്റെ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞാണ് രാകേഷെ, നാടൻ ബോംബാണ്. അപ്പോൾ ഹൈക്കോടതി അപ്പോഴാണ് ചോദിച്ചത് നാടൻ ബോംബാണോ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ബോംബാണോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. ബോംബ് പൊട്ടി എന്നുള്ള വസ്തുതയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ബെയിലിന്റെ ആർഗ്യുമെന്റ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തു അവിടെ ഒരു എക്സ്പ്ലോഷൻ നടന്നു. എന്റെ ചോദ്യം ഇതാണ്, ഈ ബോംബ് പൊട്ടിയിടത്തെല്ലാം UAPA വേണമോ? അല്ല, ബോംബ് പൊട്ടിയ സ്ഥലത്ത് UAPA എടുത്തിട്ടുണ്ട്. BJPയുടെ പ്രവർത്തകർ പ്രതിയായ കേസുകളിൽ ഇതിനുശേഷം UAPA ചുമത്തിയിട്ടുണ്ട്. അവിടെ എന്താ ചെയ്തത്? ആ പ്രവർത്തകർ നിയമത്തിന് മുമ്പാകെ കീഴടങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ റിമാൻഡിൽ പോയി. അവരത് പ്രതികളായിട്ടുണ്ടാകും. ഇതിപ്പോ പ്രതികൾ നേരത്തെ അഡ്വക്കേറ്റ് ഉദയഭാനു ചൂണ്ടിക്കാട്ടിയതാണ്. CBI 2 ഘട്ടങ്ങളിൽ പ്രതി അല്ല എന്ന് പറഞ്ഞയാൾ പെട്ടെന്ന് 3-ാം ഘട്ടത്തിൽ പ്രതിയാക്കപ്പെടുന്നു, പ്രതിയാകുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ശ്രീ രാജേഷ് ഈ പറയുന്ന നിയമം അവിടെ ബാധകമാകുന്നത്? നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ആളുകൾക്ക് വന്നത് ഇവിടെ എങ്ങനെയാണ് ബാധകം? അതെ, ഉദയഭാനു സാർ ചോദിച്ചൊരു റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CBI 2 പ്രാവശ്യം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തപ്പോഴേക്കും CBI ജയരാജൻ പ്രതിയല്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് പ്രതിയാവുന്നത്? ഞാൻ ചോദിക്കട്ടെ സാർ, അദ്ദേഹം ഒരുപാട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണല്ലോ. പല സ്റ്റേജുകളിലും ഇപ്പോൾ പ്രതിയല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാറുണ്ട്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ CBIയുടെ ഇപ്പോൾ പ്രതിയല്ല എന്നല്ല പറഞ്ഞത് ലാൽ. ഈ കേസിൽ ജയരാജൻ പ്രതിയാണോ എന്ന് കോടതി ചോദിക്കുമ്പോൾ ജയരാജനെ ഇപ്പോൾ പ്രതിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ജയരാജനെ പ്രതിയായി കാണാനുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല. തെളിവുകൾ കിട്ടുന്നതിന് പ്രത്യേക സമയപരിധി വെച്ചിട്ടുണ്ടോ CRPCയിൽ? തെളിവുകൾ അന്ന് 24 മണിക്കൂർ കൊണ്ട് തെളിവ് കിട്ടിയതിനെ കുറിച്ചുള്ള സംശയമാണ് സാധകമാകുന്ന രീതിയിലേക്ക് അത് വരുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ്. നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. UAPA നിങ്ങൾ അംഗീകരിക്കുന്നു? തീർച്ചയായും തീർച്ചയായും ഒരു അന്വേഷണ ഏജൻസി ചുമത്തിയ സെക്ഷൻ വകുപ്പ് ചുമത്തിയതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വാഭാവികമായും P. ജയരാജനെ പോലെ ഇത്രയും ഉയർന്ന തലത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലെ ഏത് കോടതിയെ സമീപിച്ചുകൊണ്ട് ഉള്ള ഉത്തരവും വരേണ്ടതുണ്ട്. ഞാൻ അവിടേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ KK രാഗേഷ്, രാഷ്ട്രീയമായ കാരണങ്ങൾ ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് സുരേഷ് ബാബുവും ശ്രീ VV രാജേഷും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് ബോധ്യമാകുന്നതാണോ? അല്ല, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ താങ്കളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നിടക്കുന്ന തന്നെ ഞാൻ തുടങ്ങാം. അതായത് 18-ാം തീയതി ഏറ്റവും ഒടുവിൽ ആദ്യം തന്നെ കോടതിയിൽ 2 തവണ CBI തന്നെ പറയുകയാണ് ജയരാജൻ പ്രതിയല്ല. ഏറ്റവും ഒടുവിൽ ഓരോ മാസം റിമാൻഡ് റിപ്പോർട്ടിൽ ജയരാജൻ്റെ പേരില്ല. 100-200ഓളം വരുന്ന സാക്ഷികളുണ്ട്. ആ സാക്ഷികളിൽ ഒരാൾ പോലും ജയരാജൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ 18-ാം തീയതിയും എന്ന് പറഞ്ഞാൽ ജയരാജനെതിരായി കേസെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് കോടതിയിൽ CBI പറയുകയാണ് ജയരാജൻ പ്രതിയല്ല. പിന്നെ എങ്ങനെയാണ് പ്രതിയാവുന്നത്? അമിത്ഷായുടെ കത്ത്, മോഹൻ ഭാഗവതിൻ്റെ കത്ത്, അതോടുകൂടിയാണ് പ്രതിയാവുന്നത്. ആ കത്തിൽ പറഞ്ഞ അതേ വാചകങ്ങൾ CBI അതിൻ്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണല്ലോ. എഴുതി വെച്ചു എന്ന് മാത്രമല്ല, അതിൽ വളരെ വളരെ അപസർപ്പക നോവലുകൾ വെല്ലുന്ന വിധത്തിലുള്ള കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വിക്രമനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി എന്നിട്ട് ശരിപ്പെടുത്തി കൊണ്ടുവന്നു, എന്നിട്ട് കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് CBI എന്തൊക്കെയാണ് കണ്ടെത്തിക്കളഞ്ഞത്? ഇമാതിരി പരമ അബദ്ധം. CBI എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ ഒരു അന്വേഷണ ഏജൻസിയെ വെറും കൂട്ടിലിട്ട തത്തയാക്കി മാറ്റി അധികാരത്തിൻ്റെ ഹുങ്ക് കൊണ്ട് CBI ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി കഴിയുമെന്നാണ് താങ്കൾ ആലോചിക്കുന്നെങ്കിൽ, രാജേഷിൻ്റെ പാർട്ടിക്കാർ ആലോചിക്കുന്നത് അതിവിടെ നടക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഉമ്മൻചാണ്ടിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള ബന്ധം. ഞാൻ ചോദിക്കട്ടെ, ആ SIയുടെ CIയുടെ കാല് ബോംബെറിഞ്ഞിട്ടല്ലേ തകർത്തത്? കാല് ബോംബെറിഞ്ഞ് തകർത്ത് UAPA എടുത്തില്ല എന്ന് മാത്രമല്ല, എടുത്ത കേസ് പിൻവലിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടി.
പ്രവീൺ തൊഗാഡിയെ പ്രസംഗിക്കും വായിന്ന് വിഷം മാത്രം വരുന്ന ഒരു മനുഷ്യനാണ് പ്രവീൺ തൊഗാഡിയ. ആ തൊഗാഡിയക്കെതിരായിട്ടുള്ള കേസും പിൻവലിച്ചു ഉമ്മൻചാണ്ടി. ഞാൻ പറയട്ടെ, എൻ്റെ നാട്ടിൽ കഴിഞ്ഞ മാസം ഒരു ചെറുപ്പക്കാരൻ സമേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ കാല് ബോംബെറിഞ്ഞ് തകർത്തു RSSകാർ. എന്താ UAP ബോംബെറിഞ്ഞ UAP എടുക്കണ്ട, എന്താ എടുക്കാത്തത്? പിന്നെ മറ്റ് 2 കേസിൽ UAP എടുത്തതിൻ്റെ സാഹചര്യം എന്താ മനസ്സിലാക്കണം. ഇവിടെ മനോജ് കേസിൽ UAP എടുത്തപ്പോൾ കേരളത്തിൽ ആദ്യമായി UAPയെ ഇവിടെ ആദ്യമായി ഒരു രാഷ്ട്രീയ കേസിൽ എടുത്തപ്പോൾ കേരളത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഒരു പൊതു അഭിപ്രായം ഉയർന്നു വന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് കേസിൽ UAP എടുത്തിട്ട് എന്താ ചെയ്തത്? എന്നിട്ടാ ആ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്ക് ജാമ്യം കിട്ടി എന്ന് ആസഫ് അലിയും ഉമ്മൻചാണ്ടി ഉറപ്പുവരുത്തി. കൃത്യമായി ജാമ്യം കിട്ടിയല്ലോ. ഇവിടെ എന്താ ചെയ്തത്? UAPയെ ചുമത്തുക മാത്രമല്ല, CBIക്ക് കൊടുത്തു. കേന്ദ്രം ഭരിക്കുന്നത് BJP-യാ. CBI ഉപയോഗിച്ച് എന്തും ചെയ്യുക. എന്നാൽ പിന്നെ CBI ഉപയോഗിച്ചുകൊണ്ട് CPM-നെ അങ്ങ് ശരിപ്പെടുത്തിക്കളോ. അവർ ഒരു ചാനൽ ചർച്ചയ്ക്കും പോയില്ല. അവർ ജയിലിൽ കിടന്നു. നിയമത്തിന് മുന്നിൽ അവർ കീഴടങ്ങി. അവർ ജയിലിൽ കിടന്നു, റിമാൻഡ് ചെയ്യപ്പെട്ടു. രാജേഷ് പറയുന്ന കുറെ നേരം ഞാൻ കേട്ടു. അല്ല, ഞാൻ ലാലിന്റെ ചോദിച്ചിട്ട് ഇടപെട്ട. കാരണം പറയുന്ന കുറെ നേരം ഞാൻ ലാലിനോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിയതിന് ശേഷമാണ് ഇടപെട്ടത്. അല്ല, താങ്കളെ തടസ്സപ്പെടുത്താനൊന്നുമില്ല. ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുക. ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുക. അതിൽ UAPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കേസ് UAPയെ ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ ജാമ്യം കിട്ടൂല. ജാമ്യം കിട്ടാതിരിക്കും. ജാമ്യം കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള സമീപനം ആസഫ് അലി കോടതിയിലെടുത്തു. അതുകൊണ്ടാണ് മറ്റേ കേസിൽ ജാമ്യം കിട്ടിയത്. എന്നാൽ CBI-യോ ജയരാജനെ പരമാവധി കാലം ജയിലിൽ വെക്കുക. ഈ UAPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതല്ലേ? ജയരാജൻ നിരപരാധിയാണെന്ന് നാട്ടുകാർക്ക് മാത്രമല്ല, അന്വേഷണ ഏജൻസിക്കും കൃത്യമായിട്ട് അറിയില്ലേ? CBI-ക്കും അറിയില്ലേ? അതുകൊണ്ടല്ലേ CBI ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഒന്നുമില്ല, ചോദ്യം ചെയ്തപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ 200 സാക്ഷികൾ ഒരാളും പറഞ്ഞില്ല. ആ പോയിന്റ് ഒന്ന് കേൾക്കട്ടെ. രാകേഷേ, ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ UAPയെ എടുത്തു. അവർ നിയമ സംവിധാനത്തിന് കീഴടങ്ങി അവർ ജയിലിൽ പോയി റിമാൻഡ് ചെയ്യപ്പെട്ടു. അതിനുശേഷം കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്ത് അവർക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. ഈ P ജയരാജനും അതുപോലെ തന്നെ നിയമ സംവിധാനത്തിന് കീഴടങ്ങിക്കൊണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാമല്ലോ. ഇവിടെ എന്തിനാ ഇത്രത്തോളം അസഹിഷ്ണുത? ഇപ്പോൾ ഇതിങ്ങനെ കളിക്കാനുള്ള കാര്യമാണോ ശ്രീ VV രാജേഷ്? തെളിവില്ല എന്ന് പറയുന്ന CBI പെട്ടെന്ന് തെളിവുണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പേരൊക്കെ ചേർത്ത് വരുമ്പോഴേക്കും ഇതൊരു കളിതമാശയായി പോകുന്നില്ല. ലാല് ആങ്കറാണ്. ലാല് വളച്ചൊടിക്കരുത്. ഈ കാര്യങ്ങളൊന്നും കേൾക്കാൻ പാടില്ല. മറ്റേ ഏതോ സിനിമയിൽ സുരാജ് വെഞ്ഞാറുമൂടെ ചെവി പൊത്തി കത്ത് വായിപ്പിക്കുന്ന പോലെ ഇരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലല്ല. ലാലിന് പറയാം, പക്ഷെ വളച്ചൊടിക്കരുത്. സത്യസന്ധമായ കാര്യങ്ങൾ പറയാം. CBI-യോട് കോടതി ചോദിച്ചു, ജയരാജൻ പ്രതിയാണോ? CBI പറഞ്ഞു ജയരാജനെ പ്രതി ചേർത്തിട്ടില്ല എന്ന് കരുതി എത്രയോ കേസുകളിൽ പ്രതി ചേർത്തിട്ടില്ല. പിറ്റേ ദിവസമോ അടുത്ത ദിവസമോ സ്വാഭാവികമായിട്ട് അവർക്ക് തെളിവ് കിട്ടും. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രിറോഗേറ്റീവാണ് ഒരു വ്യക്തിയെ എപ്പോൾ പ്രതി ചേർക്കണമെന്നുള്ളത്. അവർക്ക് ഇനി അതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഇതേ കോടതിയിലോ ഇതിന്റെ മേൽക്കോടതിയിലോ CPM-ന് ചലഞ്ച് ചെയ്യാമല്ലോ. അതിനകത്ത് എന്തുകൊണ്ട് നിയമപരമായി പോകുന്നില്ല എന്നുള്ളതാണ് VV രാജേഷിന്റെ സംശയം. അത് നിങ്ങൾ മാറ്റിക്കോളൂ, ഇതിങ്ങനെ നടക്കൂ, ഇനി നിയമപരമായി പോകൂ. രാജേഷ്, നിയമപരമായി അല്ലാതെ മറ്റേത് വിധത്തിലാണ് CPM പോയിട്ടുള്ളത്? താങ്കൾ വക്കീലാണെന്ന് ഇവിടെ പറയുന്നത്. എന്ത് വക്കീലാണെങ്കിലും നിയമം എന്താണെന്ന് താങ്കൾ നിയമം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുക. നേരത്തെ RSSന്റെ ആളുകൾ അവർ ജയിലിൽ കടന്നു. ജയിലിൽ കടന്നിട്ട് UAP അനുസരിച്ച് ജാമ്യം കിട്ടാൻ പറ്റുന്ന സമീപനം ആസഫ് അലി കോടതിയിൽ സ്വീകരിച്ചു. അത് പത്രത്തിൽ വന്നതാ. വായിച്ചില്ലെങ്കിൽ ഞാനല്ല അതിന്റെ ഉത്തരവാദി. കോടതിയിൽ സ്വീകരിച്ച് ജാമ്യം കിട്ടാൻ പറ്റുന്ന സമീപനം ഒന്ന്. രണ്ടാമത്തെ രാജേഷ് ഞാൻ പറയട്ടെ, രണ്ടാമത്തെ കാര്യം ജയരാജൻ എന്നല്ല ഏതൊരാൾക്കും ആന്റിസിപ്പേറ്ററി ബെയിലിന് പോകാമല്ലോ രാജേഷേ. ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുന്നത്, മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണോ? ജയരാജൻ നിയമത്തിന്റെ വഴിയാ തേടി, അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തത്. മുൻകൂർ ജാമ്യത്തിന് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു UAPയെ വകുപ്പുണ്ട്. ആ UAPയെ വകുപ്പുള്ളതുകൊണ്ട് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടും കാര്യമില്ല. ആദ്യഘട്ടത്തിൽ തള്ളുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. രണ്ടാമത് കൊടുത്ത സമയത്തും UAPയെ വകുപ്പുള്ളത് കൊണ്ട് മുൻകൂർ ജാമ്യം തരാൻ പറ്റില്ല, രണ്ടാമത് കോടതി പറഞ്ഞു. മൂന്നാമത് കോടതിയിൽ പോയിട്ട് ഹാജരായപ്പോൾ കോടതി പറഞ്ഞു UAPയെ വകുപ്പുണ്ട്, അതുകൊണ്ട് ജയിലിൽ കിടക്കണം, ജയിലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ജയിലിൽ പോയി.
അതെ, ഇതില് that's രാജേഷ് quite natural. ഏതാ നിയമപരമായിട്ടല്ലാതെ ഞാൻ മറ്റേതാ തിരിച്ചു വരാം. ജയരാജൻ natural. വി. രാജേഷ് താങ്കൾ പറയുന്നത് നിയമത്തിന്റെ ഇനിയും നിയമത്തിന്റെ കോടതിയിൽ എന്തെങ്കിലും പോകൂ, ഒരു വശം ഇത് ഒരു ഉണ്ടെങ്കിൽ സ്ഥലത്ത് ഇങ്ങനെ മുട്ടിയെങ്കിൽ ഒരു വാദം അടുത്ത ഉന്നയിക്കാൻ അടുത്ത പാടുണ്ടോ? സ്ഥലത്തേക്ക് പോകൂ. വീണ്ടും അവിടെയും നിങ്ങൾക്ക് ഇത് തള്ളിപ്പോവുകയാണെങ്കിൽ വീണ്ടും പോകാമല്ലോ, നിയമപരമായി ഇങ്ങനെ പോകൂ. അഡ്വക്കേറ്റ് ഉദയഭാനു ഈ രീതിയിൽ CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറിയെ കോടതി കയറ്റി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പക്ഷേ BJPക്ക് ഇപ്പോൾ അതിനുള്ള അവസരമുണ്ട്. മുൻകാലങ്ങളിൽ പല സർക്കാരുകളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഇവർക്കാണ് അവസരം, അതുകൊണ്ട് ഇനി BJP ചെയ്യട്ടെ എന്നവർ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട്. എൻ്റെ ചോദ്യം, ഈ നിയമപരമായ അവസ്ഥയിൽ ജയരാജനെ പിന്നോട്ടടിക്കുന്നത് UAPA ചുമത്തിയതാണ്. ഈ UAPA വിഭാവന ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളത് അങ്ങേക്ക് നല്ലവണ്ണം അറിയാമല്ലോ. ഡീലിംഗ് വിത്ത് ആക്ടിവിറ്റീസ് ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് ദി ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവർണിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വഴക്കിൽ നടക്കുന്ന സംഘർഷങ്ങളെ, ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവർണിറ്റി ഓഫ് ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി 120BA നോക്കുകുത്തിയാക്കിക്കൊണ്ട് IPC മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് VV രാജേഷിന്റെ വാദങ്ങൾ നിലനിൽക്കുക? ഡോക്ടർ ലാൽ, ഈ കാര്യത്തിൽ ശ്രീ VV രാജേഷ് പറഞ്ഞ വസ്തുതാപരമായ ഒരു കാര്യം മാത്രം ശരിയാണ്. അത് ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ UAPA ഉണ്ടായിരുന്നു എന്നുള്ളത്. ബാക്കി കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രതിനിധികൾക്ക് ഇത് ചുമത്തിയിരുന്നു. അവർ ഇതുപോലെ ചാനൽ ചർച്ചകളിൽ വരാതെ നേരെ കോടതിയിൽ പോയി ജാമ്യം നേടി അതുപോലെ പോയാൽ പോരെ എന്നുള്ളത്. അതിൻ്റെ ഒരു വൈകാരികമായ മറുപടിക്കല്ല ഞാൻ മുതിരുന്നത്. ഇവിടെ പ്രധാന പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 2 ഘട്ടങ്ങളിലായി ശ്രീ P. ജയരാജൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഘട്ടത്തിൽ CBI കോടതിയിൽ പറഞ്ഞു ഇദ്ദേഹത്തെ നാളിതുവരെ പ്രതിയാക്കില്ല. 1/6/2015 ശ്രീ P. ജയരാജന് ഹാജരാകുന്നതിനുള്ള ആദ്യത്തെ നോട്ടീസ് കൊടുക്കുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം കോടതിയിൽ പോയി, അപ്പോൾ പ്രതിയല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പോൾ 21/1/2016 അദ്ദേഹത്തെ പ്രതിയാക്കുന്നത്. നോക്കൂ, 7 മാസക്കാലം കഴിഞ്ഞു. ഈ 7 മാസക്കാലത്തിനുള്ളിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, 18ഓളം പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറയുന്നത് കേസിൻ്റെ ആരംഭഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ഇതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കേസിലെ പ്രധാനപ്പെട്ട എല്ലാ സാക്ഷികളെയും ചോദ്യം ചെയ്ത് എല്ലാ സാധ്യതകളും മനസ്സിലാക്കി എല്ലാ തെളിവ് ശേഖരണവും നടത്തി ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ടാണ് ഈ കുറ്റപത്രം എന്ന് പറയുന്നത്. ഈ കേസിൽ CBI വളരെ വിശാലമായ അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രത്തിൽ ഒരിടത്തും ശ്രീ P. ജയരാജൻ ഇതേപോലെ കുറ്റകരമായ ഒരു ഗൂഢാലോചന നടത്തിയതിൻ്റെ പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രവൃത്തി നടന്നത് എന്നൊരാക്ഷേപവും ഇല്ല. എന്നു മാത്രമല്ല, ഇപ്രകാരം ഒരു കുറ്റകൃത്യം ഇനിയും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു വാചകം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 21/1/2016 വരെ കാത്തുനിന്നതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം എന്ന് പറയുന്നത് ഇതുപോലെ അതിശക്തമായിട്ടുള്ളൊരു നിയമം, പല്ലും നഖവും ഉപയോഗിച്ച് മനുഷ്യനെ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിയമം, ഏകദേശം കണ്ണില്ല എന്ന് പറയുന്ന വികാരങ്ങളില്ലാത്ത ഒരു നിയമം, അടിയന്തരാവസ്ഥക്കാലത്ത് ഉണ്ടായിരുന്ന നേരത്തെ സൂചിപ്പിച്ച പോട്ടോ, ടാഡ, അതുപോലെ തന്നെ മിസ തുടങ്ങിയ കരി നിയമങ്ങളുടെ പിന്തുടർച്ചക്കാരനായി ഇന്ന് നിലനിന്നു പോകുന്നൊരു നിയമം. ആ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ എടുത്തുകൊണ്ട് ഇത് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെതിരെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നമാണ് നാം അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടത്. പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം വരുന്നത്, നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില ആളുകൾക്ക് സൗകര്യപൂർവ്വം ചാനലുകളിലൊന്നും വരാത്തത് കൊണ്ട് തന്നെ UAPA-യിൽ ജാമ്യം കിട്ടിപ്പോയല്ലോ. അതെങ്ങനെ സംഭവിക്കുന്നു? ഇത് ജാമ്യം കിട്ടാത്തൊരു വകുപ്പല്ലേ? അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങളാണോ ഈ കോടതികളിൽ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഡോക്ടർ ലാൽ, ഇവിടെ ശ്രീ രാജേഷ് സൂചിപ്പിച്ച ജാമ്യം കിട്ടിയത് അകത്ത് പോയതിന് ശേഷം കിട്ടിയ ജാമ്യമാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതേസമയം ഇവിടെ ശ്രീ P. ജയരാജൻ ആവശ്യപ്പെട്ടത് മുൻകൂർ ജാമ്യം വേണമെന്നാണ്. കാരണം എന്താ? മുൻകൂർ ജാമ്യത്തിനുള്ള അർഹതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ച കേസിൽ
18ഓളം കുറ്റവാളികൾ ഒരുമിച്ച് നിരന്നു നിന്ന് കുറ്റപത്രത്തെ നേരിടുന്ന ഘട്ടത്തിൽ പോലും ഒരു കുറ്റവാളിയാണ് അല്ലെങ്കിൽ ശ്രീ ജയരാജൻ്റെ കുൽസിത ശ്രമത്തിൻ്റെയും ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഈ കൊലപാതകം എന്ന് CBIക്ക് നിഷ്പക്ഷമായോ നീതിപൂർവമായോ കോടതിയെ ബോധ്യപ്പെടുത്താൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ കഴിയാതിരുന്ന ഒരു കേസിലാണ് ഇപ്പോൾ CBI ഒരു മറുവാദവുമായി വന്നിരിക്കുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ്, ഗൂഢാലോചന ഉപജ്ഞാതാവ് ഇദ്ദേഹമാണ് എന്ന്. അപ്പോൾ ഈ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ 120B കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരിടാമായിരുന്ന ഒരു വകുപ്പിനെയാണ് അന്തർദേശീയ ഭീകരവാദം തടയുന്നതിന് വേണ്ടി 2008 അന്തർദേശീയ തലത്തിൽ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു എഗ്രിമെൻ്റ് പ്രകാരം ഇപ്പോൾ കൊണ്ടുവന്ന അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2008 കൊണ്ടുവന്ന അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം ഇങ്ങ് നടപ്പാക്കി വരുന്നത്. ഇതൊക്കെ ഈ ദേശീയ അന്തർദേശീയ ഇപ്പോൾ കസബ് ഇത് കാര്യം ചെയ്തു. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാം. അതല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭീകരവാദങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുണ്ടായിരുന്ന ചെറിയ പകപോക്കൽ എന്ന് പറയപ്പെടുന്ന സംഭവത്തിന് ഇതേപോലെയാണ് നേരിടുന്നതെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടിയന്തരാവസ്ഥക്കാലം, അതിൻ്റെ പൂർവ്വകാലം, പിൽക്കാലവും അവിടെ രാഷ്ട്രീയ പ്രവർത്തകരെ ഈ നക്സലേറ്റുകളെ നേരിട്ടില്ലേ? ഏതെങ്കിലും കാലത്ത് UAP ഏർപ്പെടുത്തിയിരുന്നോ? അതിനുശേഷം ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി സമരങ്ങൾ അവിടെയൊക്കെ ഏർപ്പെടുത്തി. അപ്പോൾ സമീപകാലത്ത് ഇത്തരം പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത്, അതാണ് വിശാലമായ അർത്ഥത്തിൽ ശ്രീ രാജേഷും നേരത്തെ സൂചിപ്പിച്ച സുരേഷ് ബാബു സാറും എല്ലാം ചർച്ച ചെയ്യണമെന്ന് നാം പൊതുസമൂഹം ആഗ്രഹിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. KK രാജേഷ് എന്തോ മറുപടി ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഞാൻ അത് അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു വളരെ നിഷ്കളങ്കമായിട്ടാണ് ഈ UAPAയുടെ കാര്യത്തിൽ കോടതികളിൽ പ്രതികൾ ആരാണ് എന്ന് നോക്കിയുള്ള നിലപാടുകൾ ആസിഫ് അലിയെ പോലുള്ളവർ എടുക്കുന്നത് എന്നാണ് KK രാഗേഷ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഉദയഭാനു പറഞ്ഞതുപോലെ UAPA ഇങ്ങനെ എല്ലാ കേസുകളിലും രാഷ്ട്രീയ തർക്കങ്ങളിലും ഒക്കെ എടുക്കുന്നൊരു ഘട്ടം വന്നാൽ ഇനി രാജ്യത്തിൻ്റെ ഇൻ്റഗ്രിറ്റിയെ ബാധിക്കുന്ന, പരമാധികാരത്തെ ബാധിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഏത് നിയമമെടുത്താണ് പ്രയോഗിക്കുക? ഇതിനകത്ത് ഈ സർക്കാരിൻ്റെ, UDF സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാർത്തിയ UAPA എന്ന് പറയുന്നത് നിഷ്കളങ്കമാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? UAPA പോലെ ഒരു സെക്ഷൻ അവിടെ ഉപയോഗിക്കുമ്പോൾ അത് ഒന്നും ആലോചിക്കാതെ, ആരുമായും ആലോചിക്കാതെ അങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യുമെന്ന് കരുതേണ്ടതുണ്ടോ? അത്രമാത്രം നിഷ്കളങ്കമായിട്ടാണോ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാകുക? സംശയം ഉണ്ടാകില്ലേ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? അല്ല, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുഖ്യ എതിരാളി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ കളങ്കപ്പെടുത്താൻ എന്ത് വേണമെങ്കിലും പറയാം. ഞാനതിനൊന്നും നിഷേധിക്കുന്ന ആളല്ല, ഞാനതിനോടൊന്നും ആ രൂപത്തിൽ പ്രതികരിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഖണ്ഡിതവും വ്യക്തവുമായ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം തന്നെ രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയമായ സംഘടനകളിലും മനുഷ്യൻ്റെ പൗരാവകാശങ്ങളെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലുള്ള നിയമങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ ഒരു നല്ല സൃഷ്ടിക്ക് ഗുണകരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ ഇതിനു വേണ്ടി വടപുരുതാനും പോരാടാനും തയ്യാറാണ്. ഇന്ത്യൻ നിയമം തന്നെ വളരെ ശക്തമാണ്. അവരുടെ കീഴിലുള്ള, സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ ഈ സെക്ഷനുകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചോദ്യം ചെയ്ത് അതില്ലാതാക്കാനുള്ള സമരത്തിന്റെ ഭാഗമായി നിങ്ങൾ നിൽക്കേണ്ടതല്ലേ? അല്ല, ഞാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞല്ലോ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞു. കാടൻ നിയമങ്ങൾ, അത് ടാഡയായാലും പോട്ടയായാലും മിസയായാലും ഇപ്പോഴത്തെ ഈ പിന്നെ UAPA ആയാലും അതൊന്നും നമുക്ക് ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ആവശ്യമില്ല. ഇനി അഥവാ UAPAയും ഒക്കെ നമുക്ക് വേണ്ടതല്ല, ഇത് പൗരന്റെ പൗരാവകാശത്തെ ഹനിക്കുന്നതാണ് എന്നൊക്കെയുള്ള പൊതു അക്കാദമിക് ചർച്ചയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഈ കേസിൽ P ജയരാജൻ കണ്ണൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഈ ഒരു കേസിൽ ഗൂഢാലോചന ചാർത്തി UAPA ഉപയോഗിച്ചത് ശരിയോ തെറ്റോ? അതിനുള്ള ഒരു കൃത്യമായ മറുപടി പറയുക. അങ്ങനെ എന്നെ കൊണ്ട് പോയിന്റ് ഔട്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനിത് ഒരു പൊതുസമൂഹത്തിൻ്റെ വിഷയമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞാനിതിനകത്ത് ഒരു കക്ഷിയുമല്ലല്ലോ. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു രാഷ്ട്രീയ നേതാവും
ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പാടില്ല, ഇത്തരം പീഡനങ്ങൾക്ക് വിധേയനാകാനും പാടില്ല. അതാണ് എൻ്റെ പുസ്തകം. അതിനനുസരിച്ച് ജയരാജൻ അങ്ങനെ ഇടപെട്ടു എന്നോ അല്ലെ ജയരാജനെ അങ്ങനെ ഇടപെടുത്താൻ പാടില്ല എന്നൊന്നും അല്ല എൻ്റെ വ്യാഖ്യാനവും എൻ്റെ നിലപാടും. ഇതിനകത്ത് ഗവൺമെൻറ് തലത്തിലുള്ള നടപടികൾ നടത്തുമ്പോൾ ആ തരത്തിൽ ശ്രീ ഉദയഭാൻ സാറിൻ്റെ നിരീക്ഷണത്തോടാണ് എനിക്ക് യോജിക്കാൻ താല്പര്യം. ഞാൻ ആഗ്രഹിക്കുന്നതും അതാണ്. ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയാൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ജനങ്ങളുടെ ഇടയിൽ അതാണ് കൂടുതൽ വിപത്കരമായി വരിക എന്നാണ് എൻ്റെ വിശ്വാസം. അത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ അടച്ച് ബുദ്ധിമുട്ടിലാക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് കൂടുതൽ അസ്വസ്ഥത. ഭാഗമായി നിങ്ങളോടൊപ്പം നിന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ പരസ്യമായി പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഈ UAPAക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ പോക്കിൽ പരസ്പരം വിരുദ്ധമായ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ കൂടി അവിടെ ഉണ്ടാകുന്ന സംഘടനകൾക്ക് ഉപയോഗിക്കേണ്ടതല്ല ഇത് എന്നുള്ള ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പാർട്ടിയുടെ വക്താവ് പോലും പറയുന്നത്. അപ്പോൾ VV രാജേഷ്, നിങ്ങളുടെ കത്തിൻ്റെ കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ KK രാഗേഷിൻ്റെ പുറകെ പോവുകയായിരുന്നു താങ്കൾ ചെയ്തത്. സമയം തന്നാൽ ഞാൻ ഉദയഭാൻ സാർ പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുണ്ട്, രാകേഷ് പറഞ്ഞതിലുണ്ട്. പക്ഷേ ഞാൻ കത്തിൻ്റെ മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് പോയിക്കൂടെ? ഞാൻ പറയുമ്പോഴേക്കും ലാൽ ഇടപെടും. കത്തിൻ്റെ മറുപടി ആദ്യം പറയാം, എന്നാൽ ബാക്കിയുള്ള സമയം തരുമല്ലോ. ലാലി പറയുന്ന ഒരു കത്തെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എന്ത് കത്താണെന്നോ ഏത് കത്താണെന്നോ ഞങ്ങൾക്കോ ഞങ്ങളുടെ സംഘടനയ്ക്കോ അറിയില്ല. നമ്പർ 1, ഞങ്ങളുടെ ലാലിന് ആ കത്തന്നെ ഒന്ന് കാണിക്കാമോ? ഞങ്ങളുടെ സംഘടനയുടെ പേരോ ഞങ്ങളുടെ ഏതെങ്കിലും സംഘടനയുടെ സീലോ ഒപ്പോ എന്തെങ്കിലും ഉണ്ടാക്കും, കത്തൊന്ന് കാട്ടൂ. അങ്ങനെ ഒരു കത്ത് നിങ്ങളുടെ സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽ നിന്ന് ഒരു കത്ത് അമിത്ഷായുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടോ? അമിത്ഷായുടെ ഓഫീസിലേക്ക് ലോകത്തിൽ ഏതെങ്കിലും ഒരു സംഘടന ഒരു കത്ത് അയച്ചോ നിன்ற ചോദിക്കുന്ന ചോദ്യം തന്നെ അർത്ഥശൂന്യമല്ലേ ലാലെ? അല്ല, നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ഓഫീസിലേക്ക് ഇത്ര ഗുരുതരമായ ഒരു കത്ത് പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിന് ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ലോകത്തുള്ള ആരെങ്കിലും അമിത്ഷായുടെ ഓഫീസിൽ ഒരു കത്ത് അയച്ചോ? ഇങ്ങനെ ഒരു കത്ത് വന്നാൽ അമിത്ഷാ തുറന്നു കാട്ടും, അങ്ങനെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്നെങ്കിലും പറഞ്ഞുകൂടെ? എങ്ങനെ കത്ത്? എന്ത് കത്ത്? ഇങ്ങനെ ഒരു കത്ത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നെങ്കിലും പറഞ്ഞുകൂടെ? എങ്ങനെയുള്ള കത്ത്? ഒരാളിനെ വെട്ടിക്കൊന്നിട്ട് അതിൽ പ്രതി അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും കത്തയച്ചു എന്നൊക്കെ പറഞ്ഞ് CPM എന്തെങ്കിലും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഇതിവിടെ എന്താ സംഭവിച്ചത്? അമിത്ഷായുടെ ഓഫീസിലേക്ക് കേരളത്തിൽ നിന്ന് ആരോ ഒരു കത്തയച്ചു എന്ന് പറഞ്ഞാൽ CPM ഒരു കത്ത് ചമയ്ക്കുന്നു. അത് ചില മാധ്യമങ്ങളുടെ പുറത്തു വരുന്നു. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ദയവ് ചെയ്ത് അനുവദിക്കും. വേറെ ആരും പറയുമ്പോൾ ലാൽ ഇടപെടാറില്ല. ഇപ്പോൾ ഞാൻ ഉദയഭാൻ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ്റെയും രാകേഷിനെ പോലെ ഒരു MPയുടെയും വാക്കുകൾക്ക് മറുപടി പറയാൻ ഞാൻ ഒറ്റ ഒരാളാണ് ഉള്ളത്. ലാൽ അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ P. ജയരാജൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതിയിൽ മൂവ് ചെയ്ത സമയത്ത് തന്നെ അമിത്ഷായെ സ്വാധീനിക്കാൻ BJP ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്തോ ഒരു കത്തുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത CPM പുറത്തുവിടുന്നു. അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ചർച്ച ഹൈക്കോടതിയിൽ വരുന്നു. അങ്ങനെ ഒരു ആംബിഗ്വിറ്റി ക്രിയേറ്റ് ചെയ്ത് ജഡ്ജസിൻ്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുക. അതിൻ്റെ ആനുകൂല്യത്തിലെങ്കിലും ഈ കേസിലൊന്ന് ബെയിൽ കിട്ടിയാലോ, അത് മാധ്യമങ്ങൾ ചർച്ചയാകുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് CPM അണികളുടെ ഇടയ്ക്കെങ്കിലും ഒരു വികാരം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക്, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആഭ്യന്തര മന്ത്രി കത്തയച്ചൂടെ? മറ്റൊന്ന്, സംഘടനാപരമായിട്ട് ഞങ്ങൾ കത്തയച്ച് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യും. ലാലി പറയുന്ന ഞാൻ ചോദിച്ചു, ഇത്രേ ഉള്ളൂ. സംഘടനാപരം അല്ലാത്ത രീതിയിൽ ഒരു കത്ത് അവിടെ പോയോ എന്നാണ് എന്റെ ചോദ്യം. ലാൽ, ഞങ്ങൾ കത്തയക്കുകയോ സംസാരിക്കുകയോ ചെയ്തെങ്കിൽ ഞങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടാ ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലാതെ ഞങ്ങൾക്ക് ലാല കത്ത് കാട്ടൂ, ഞങ്ങളുടെ സംഘടനയുടെ പേരുണ്ടോ, ഞങ്ങളുടെ സംഘടനയുടെ ഒപ്പുണ്ടോ, സീലുണ്ടോ, ഒന്നുമില്ലാത്ത ഏതോ ഇപ്പൊ BJPയുടെ മീറ്റിംഗ് കൂടുമ്പോഴേക്കും ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിടാറുണ്ട്. ഒരുപാട് കത്തുകൾ കാട്ടും. ഞങ്ങൾ ചോദിക്കാറുണ്ട്, ആ കത്തിൽ ഒപ്പിട്ട ഒരാളിനെ കാണിച്ചു തരാമോ? കത്ത് ആരുടെ പേരിലാണ് പോയിട്ടുള്ളത്? ഇതൊന്നുമില്ല. കുറേ വാർത്തകൾ രാവിലെ മുതൽ ഇങ്ങനെ ഒരു കത്ത് ഈ രീതിയിൽ UAPA ചുമത്തുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ കേസിൽ ഇടപെടണം എന്നുള്ള രീതിയിലേക്ക് ഒരു കത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് CPM കെട്ടിച്ചമച്ചാണ് നിങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷന്റെ ഓഫീസിലേക്ക് അയച്ചതെങ്കിൽ CPMന്റെ ഗൂഢാലോചന എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് തുറന്നു കാട്ടാൻ പറ്റുന്ന അവസ്ഥയുണ്ടല്ലോ. നിങ്ങൾക്കത് ചെയ്യാൻ, നിങ്ങൾ എന്തിനാണ് അത് ഒളിപ്പിച്ചു വെക്കുന്നത്? ഇത് ആരുടെയും അഡ്രസ് ഇല്ലാത്ത ഒരു കത്താണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് എന്തിനാണ്? എൻ്റെ ലാലെ, BJPയുടെ സംസ്ഥാന ഘടകത്തിന് എല്ലാ ദിവസവും രാവിലെ അമിത്ഷായുടെ ഓഫീസിൽ വിളിച്ച് ഇന്ന് ഏതൊക്കെ കത്താ അവിടെ വന്നത്, ഇല്ലെങ്കിൽ അദ്വാനിജിയുടെ ഓഫീസിൽ വിളിച്ച് ഇന്ന് ഏതൊക്കെ കത്താ, ഇതൊക്കെ ഒരു മാന്യതയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അമിത്ഷായ്ക്ക് ലക്ഷക്കണക്കിന് ഇമെയിൽ സന്ദേശങ്ങൾ വരാറുണ്ട്, കത്ത് വരാറുണ്ട്, അവിടെ സിസ്റ്റമുണ്ട്, അതൊരു പ്രൊസീജിയർ. എന്തായാലും ശരി തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമപരമായി, ഞങ്ങൾക്ക് CBIയുടെ ഇടപെടൽ പല കാര്യങ്ങളിലും CBI CPMന്റെ ചില നേതാക്കന്മാരുമായി CBIയുടെ ഓഫീസർമാർ ഒത്തുകളിച്ചു എന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ എത്രയും മുമ്പേ ഈ കേസ് നിയമ സംവിധാനത്തിന് മുമ്പിൽ വന്നേനെ. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് CPM ഇതിൽ നിന്നും
ഊരാൻ വേണ്ടി നോക്കണ്ട. ഇനി മറ്റൊന്ന്, ഉദയഭാൻ സാർ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം. സാർ, ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചു, ആ കുറ്റപത്രത്തിൽ ജയരാജൻ്റെ പേരില്ല. അത് ആക്ഷനിൽ പങ്കെടുത്ത് അപ്പോഴേക്കും അവർക്ക് കുറ്റപത്രം സമർപ്പിക്കുന്ന ദിവസം മുതൽ വരെ അവർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. കോൺസ്പിറസി പാർട്ടാണ് അന്വേഷിക്കുന്നത്. അത് നിയമത്തിൽ അനുവദനീയവുമാണ്. നിയമത്തിൽ അത് അനുവദനീയം അല്ല എന്നുണ്ടെങ്കിൽ ജയരാജനെ പ്രതി ചേർത്തുകൊണ്ടുള്ള അഡീഷണൽ റിപ്പോർട്ട് കൊടുത്തപ്പോഴേക്കും കോടതി ഇങ്ങനെ സാധിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുമായിരുന്നല്ലോ. അപ്പോൾ നിയമത്തിൽ അനുവദനീയമായ കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. പിന്നെ ലാലിവിടെ വായിച്ചപ്പോഴേക്കും ലാൽ സെക്ഷൻ 15 UAPA സെക്ഷൻ 15 ഫസ്റ്റ് സെന്റൻസ് മാത്രമേ ലാൽ വായിച്ചോളൂ. അതിൽ ഞാൻ ഒന്ന് സമയം തരുന്നത് അതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കാര്യമാണ് ആദ്യ സെന്റൻസിൽ വരുന്നത്. ബാക്കി അതിന്റെ കൂടെ വരുന്നില്ല. നമുക്ക് നിയമത്തിന് ചർച്ചയല്ല. പരമപ്രധാനമായ ഉദ്ദേശം ഞാൻ സമയം തരാത്തതല്ല, എല്ലാവർക്കും സമയം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം എന്നെ വായിക്കാൻ ലാൽ അനുവദിക്കാത്തതിന്റെ പിന്നിൽ ഈ എന്താണ് ആ സെക്ഷനിൽ ഉള്ളതെന്ന് ഞാൻ പറയാം. അല്ലല്ല, ഒരു ലാസ്റ്റ് ഞാൻ ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾ ലാൽ വായിച്ചു ചേർത്തിയത് സെക്യൂരിറ്റി ഓർ സോവറിറ്റി ഓഫ് ഇന്ത്യ, അടുത്തതാ ഓർ വിത്ത് ഇൻറ്റന്റ് ടു സ്ട്രൈക്ക് ടെറർ ഓർ ലൈക്ലി ടു ടെറർ ഇൻ ദ പീപ്പിൾ ഓർ എനി സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. അതെ അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഈ ടെറർ എന്ന് പറയുന്നത് ഏതെങ്കിലും കുട്ടിയെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതല്ല. വി രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ടെററാണ് അവിടെ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള കാര്യം BJP നേതാക്കൾ, നിങ്ങൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടൊന്നും അല്ല. ലാല് ശബ്ദം കൂട്ടി എന്ന് കരുതിയിട്ട് ഞാൻ പറയാം. ഇന്നലെ ടെറർ എന്താണെന്ന് ഹൈക്കോടതി വ്യക്തമായിട്ട് ഇന്നലെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ താഴോട്ട് പറയുന്നത് ഡെത്ത് ഓർ ഇഞ്ചുറീസ്, അതിൽ ബൈ യൂസിങ് ബോംബ്സ്, ഡൈനാമിറ്റ് ഓർ അതർ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ്. ഇതെല്ലാം വായിക്കണില്ലാൽ. ഇതൊക്കെ വായിച്ച് അതിനെ വിശകലനം ചെയ്തതിന് ശേഷമാണ് ബെയിൽ ഡിനൈ ചെയ്യുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 1999 തിരുവോണ നാളിൽ P. ജയരാജൻ ഉണ്ടായ സംഭവത്തെ കുറിച്ചുള്ള ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. അവിടെ ഉണ്ടായ ടെററിനും UAPA അല്ലായിരുന്നോ ചുമത്തേണ്ടിയിരുന്നത്? കേരളം ഭരിച്ചത് BJP അല്ലല്ലോ, അതിനുശേഷം CPM ഭരിച്ചല്ലോ. എന്തേ ചുമത്താത്തത്? ഞങ്ങളുടെ ജോലിയാ. ശ്രീ K. രാഗേഷ്, എന്തേ ഞങ്ങളുടെ ജോലിയാ? CPM ചുമത്തിക്കോ, CPM കോടതി വയ്ക്കോ, എന്തേ പോകാത്തത്? എല്ലാ ഉമ്മൻചാണ്ടി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി RSSന് വേണ്ടി UAPA ചുമത്തിക്കൊടുത്തതിനെ ന്യായീകരിക്കാതെ വേറെ ഒന്നും ചെയ്യാൻ രാജേഷ് കഴിയില്ല. രാജേഷ് ഒരു വസ്തുതകളുടെ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ പറയേണ്ടത്. വായി തോന്നിയത് കോതക്ക് പാട്ടാക്കരുത് ദയവ് ചെയ്ത്. ഇവിടെ ഒന്നാമത്തെ വിഷയം അദ്ദേഹം പറയുകയുണ്ടായി, ഈ കത്ത് സംബന്ധിച്ച്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നതാണല്ലോ, എല്ലാ മാധ്യമങ്ങളിലും വന്നതാണല്ലോ. അത് പുറത്തുവിട്ടത് കൈരളിയോ ദേശാഭിമാനിയോ അല്ലല്ലോ, മറ്റു ചില മാധ്യമങ്ങളാണല്ലോ. രാജേഷ് ഇവിടെ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ പറയുന്നതല്ലാതെ BJPയുടെയോ RSSൻ്റെയോ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ആ കത്തിൽ ഒരു അടിസ്ഥാനമില്ല പറഞ്ഞോ? ഉമ്മൻ രാജശേഖരൻ പറഞ്ഞെന്താ? ഞങ്ങൾ കത്ത് എഴുതുന്നാ പറഞ്ഞത്. ഞങ്ങൾ കത്ത് എഴുതും, അത് ഞങ്ങൾ അവകാശം എന്നാ പറഞ്ഞത്. ഞങ്ങൾ കത്തെഴുതുന്ന പറഞ്ഞിട്ട് രാജേഷ് ഇവിടെ വന്നിട്ട് വേറെ ചിലത് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, ഹരി ഓം പ്രകാശ് എന്ന് പറയുന്ന മുൻ RSS AVP-കാരനായിട്ടുള്ള CBI ഉദ്യോഗസ്ഥനെ എന്തിനാണ് RSSൻ്റെ പ്രാന്ത പ്രമുഖ് പോയിട്ട് കണ്ട് ചർച്ച ചെയ്തത്? രണ്ടാമത്തെ പ്രശ്നം. പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ കോൺഗ്രസിന് വേണ്ടി ഇവിടെ സംസാരിച്ച ആൾ പറയുകയുണ്ടായി, കോൺഗ്രസിനെ കളങ്കപ്പെടുത്താൻ എന്തെങ്കിലും പറയാം. ഞാൻ ചോദിക്കട്ടെ, UDF അധികാരത്തിൽ വന്നതിന് ശേഷം 28 പേരാണ് ആകെ കൊല്ലപ്പെട്ടത്. CPIMൻ്റെ പ്രവർത്തകർ 28 പേർ. അതിൽ 90% ആളുകളെയും ബോംബെറിഞ്ഞിട്ടാണ് കൊന്നത്. അങ്ങനെ കൊലപ്പെടുത്തിയിട്ട് 5 വർഷത്തിനിടയിൽ എന്തേ അവരെ കൊലപ്പെടുത്തിയ RSSനെതിരായിട്ട് ഈ UAPA ചുമത്തിയില്ല ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്? പിന്നെ കോൺഗ്രസ്സുകാർ തന്നെ പരസ്പരം തല്ലിയിട്ടാണല്ലോ കലന്നൂരും അതുപോലെ തന്നെ മറ്റേ ഈച്ചറത്തും 2-3 പേര് മരിക്കുന്നത്. അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം അവർ പല നേതാക്കന്മാരുടെയും പേര് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ആ കേസിൽ UAPA ചുമത്തിയാൽ ആ പറഞ്ഞ നേതാക്കന്മാരെയൊക്കെ ഇതിൻ്റെ ഗൂഢാലോചനയിലും അങ്ങ് പെടുത്തിയാൽ കുറേ കാലം അവരെയും ജയിലിൽ കിടത്താലോ? അത് ഉമ്മൻചാണ്ടി ഒന്ന് ആലോചിക്കണ്ടേ? UDFൻ്റെ നേതൃത്വം ആലോചിക്കണ്ടേ? ഒരു നിയമവിരുദ്ധമായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കുക നന്നായിരിക്കും. പിന്നെ അടുത്തത് നിങ്ങൾ നോക്കൂ, നേരത്തെ പറഞ്ഞില്ലേ ഈ വിനോദൻ്റെയും പ്രേമനെയും കൊലപ്പെടുത്തിയ കേസിൽ RSSകാർക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്? UAPA നിയമം അനുസരിച്ച് ഒരു നിശ്ചിത ദിവസത്തിനകം കുറ്റപത്രം നൽകണം. കുറ്റപത്രം നൽകിയില്ലെങ്കിൽ ജാമ്യം കിട്ടും. കുറ്റപത്രം അന്വേഷണ ഏജൻസി ഈ കേസിൽ കൃത്യമായി നൽകാതിരിക്കുകയും ജയരാജനെ പ്രതിയാക്കാൻ ഉദ്ദേശിച്ച കേസിൽ കൃത്യസമയത്ത് കുറ്റപത്രം നൽകുകയും എല്ലാ കാലവും CPMൻ്റെ നേതാക്കന്മാരെ ജയിലിൽ കടത്തുകയും ചെയ്യുക, ഇതല്ലേ ലക്ഷ്യം? ലക്ഷ്യം മറ്റൊന്നുമല്ല. ജയരാജൻ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഈ പറയുന്ന രാജേഷ് പോലും വിശ്വസിക്കുന്നില്ല. ലക്ഷ്യം എന്താ? ഈ UAPA ചുമത്തി പരമാവധി കാലം ജയരാജനെ ജയിലിൽ കടത്തുക.
അങ്ങനെ ജയിലിൽ കടത്തി ശരിപ്പെടുത്തുക. ഒരു കാര്യം ഞാൻ വളരെ വിനയപൂർവ്വം പറയാം, ഇമാതിരി ഗൂഢാലോചന കേസ് ഒരുപാട് കണ്ട പാർട്ടിയാണ് CPIM. അത് നിങ്ങൾ ഓർക്കുക. ഒരുപാട് ജയിലറകളും ഒരുപാട് ലാത്തിച്ചാർജും ഒരുപാട് തൂക്കുകയറും ഒക്കെ കണ്ട് അനുഭവിച്ച പാർട്ടിയാണ് CPIM. ഒരുപാട് ജയിലിലടച്ച് കൊന്നിട്ടുണ്ട്, ഒരുപാട് പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. എന്നിട്ട് CPM തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഓർക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തളർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വഴി നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾ ചാർത്തിയ UAPA വഴി BJPക്കാണ് എന്നാണ് ഇനിയിപ്പോൾ KK രാഗേഷൊക്കെ പുറത്ത് പറയാൻ പോകുന്നത്. അതിന് അവരുടെ കയ്യിൽ ഈ രീതിയിലുള്ള തെളിവുകളും അവർ ഹാജരാക്കും പറയുന്നത് വഴി. അങ്ങനെ വരുമ്പോൾ BJPയെ എതിർത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ പോകുന്ന നിങ്ങൾക്ക് എന്ത് മറുപടി ഉണ്ടാകും? നിങ്ങൾ ചാർത്തിയ UAPA വഴി ഗുണമുണ്ടാക്കുന്ന BJPക്ക് ഉണ്ടാകുന്ന ലാഭത്തിൽ നിങ്ങളും പഴി കേൾക്കേണ്ടി വരുന്നു. നിങ്ങൾ അതിന് ഒരുമിച്ച് നിൽക്കുന്നില്ലെങ്കിൽ കൂടി ആരൊക്കെയാണ് പ്രതികൾ ഈ കേസിൽ ഇങ്ങനെയാക്കി തീർത്തതിൽ എന്ന് നിങ്ങൾ തുറന്നു പറയണ്ടേ? UAPA ചുമത്തിയത് പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അവരുടേതായ തെളിവുകളുടെ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് അത് ചേർത്തു. അത് സൂക്ഷ്മമായ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കും ധാരാളം സമയം ഇവിടെയുള്ള കേസുകളിൽ ഒന്നും തന്നെ UAPAയിൽ പറയുന്ന കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ചാർത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ചാർത്തി കൊടുത്തത് BJPയെ സഹായിക്കാൻ എന്ന ഗൂഢാലോചനയുടെ ഭാഗമാകും. അല്ല ലാലെ, ഞാൻ പറഞ്ഞതിൻ്റെ എൻ്റെ കണ്ടൻസ് വളരെ കൃത്യമായി ഉദ്ദേശിക്കണം. ഞാനിതുവരെ ജനറലൈസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ജനറലായിട്ട് ഇത്തരം നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഈ ഒരു രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല എന്ന നിലപാട് ഞാൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ പർട്ടിക്കുലർ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, അത്തരം കേസുകളെക്കുറിച്ചൊന്നും ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഞാനില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെതിരായിട്ടും ഇത്തരം സമീപനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരം സംഭവങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനും പാടില്ല എന്ന ഒരു പൊതു സമീപനമാണ് എനിക്ക് ഈ കാര്യത്തിലുള്ളത്. ഇവിടെ ഏത് സാഹചര്യത്തിലാണ് UAPA ചുമത്തപ്പെട്ടത് എന്നതിനെക്കുറിച്ച് എനിക്ക് നേരിട്ട് അറിവില്ല. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ പ്രൊറോഗേറ്റീവാണ്, അവരത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതാത് അവസരത്തിൽ അതിന് സൂക്ഷ്മമായ നിരീക്ഷണത്തിന് കോടതിയിൽ പോയിട്ടുണ്ട്. 2 തവണ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പോയപ്പോഴും ഇപ്പോഴുള്ളതും. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു കാലഘട്ടത്തിലും നിയമപരമായി അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ പാടില്ല എന്നൊന്നും വാദിക്കുന്നവരുടെ പട്ടികയിൽ നിങ്ങൾ എന്നെ പെടുത്തരുത്. കഴിയാവുന്ന വിധത്തിൽ നിയമത്തിന്റെ ബലത്തിനകത്ത് ജാമ്യം കിട്ടേണ്ടുന്ന കാര്യത്തിൽ PM സുരേഷ് ബാബു പറയുന്നത് UAPA നിയമത്തിന്റെ വഴിക്ക് പോയത് കൊണ്ട് ഉണ്ടായതാണ്. അതിങ്ങനെ നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ കണ്ടെത്തേണ്ട പ്രയോഗിക്കേണ്ട ഒരു വകുപ്പാണോ UAPA? അങ്ങനെ പ്രയോഗിച്ച UAPA വഴി ഇനി നാളെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ അല്ലെങ്കിൽ അടിപിടികളിലൊക്കെ കുട്ടികളുടെ നേരെയും UAPA ഒക്കെ ചാർത്തുന്ന ഘട്ടം വിദൂരമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു തുടക്കം വഴി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? ഈ കേസിൽ തന്നെ നിയമത്തിന്റെ വശമൊക്കെ ഈ രീതിയിൽ നിൽക്കുമ്പോൾ ജയരാജൻ ഏത് രീതിയിലാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത്? ചുരുക്കി